ഹലോ ഓൾ, ഇന്ന് നമ്മൾ COEL നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കുകയാണ്. ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്നുള്ളതാണ്. ടൈമിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നതാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇതുവരെ നമ്മുടെ CPU ഏതൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ ഒരു മെമ്മറി എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നാൽ അതിൻ്റെ സൈക്കിൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ലെക്ചേഴ്സിൽ നമ്മൾ പഠിച്ചത്. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് യൂണിറ്റ്. അതായത് ആ ഒരു ബേസിക് ഓപ്പറേഷണൽ സ്ട്രക്ചറിൽ നിങ്ങൾ കണ്ട ഒരു യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, ഒരു CPU എങ്ങനെയൊക്കെയാണ് പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ മെയിൻ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ALU ഉണ്ട്, ഒരു കൺട്രോൾ യൂണിറ്റ് CU ഉണ്ട്. നിങ്ങളിത് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ മുതൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷണാലിറ്റി എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഒരു വേഗമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾ എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. ആക്ച്വലി കൺട്രോളിങ് ത്രൂ ടൈമിംഗ് സിഗ്നൽസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഇത് ഒരു CPUയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോസസ്സറിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും കൃത്യമായിട്ട് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് പുറപ്പെടുവിച്ച് ആ ഓപ്പറേഷൻസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് കൺട്രോൾ യൂണിറ്റിനുള്ളത്. അതായത് ഒരു കൺട്രോളിങ് സിഗ്നൽ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൺട്രോൾ ചെയ്യുക മീൻസ് ഓരോ ഓപ്പറേഷനും നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അത് നടക്കുക, ഡേറ്റ പാസ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് പാസ് ചെയ്യുക. അതുപോലെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ ലെവൽ സിഗ്നൽസ് ആണ് കൺട്രോൾ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ആക്ച്വലി കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് മെമ്മറി ആൻഡ് പെരിഫറൽസ്. അതായത് നമുക്ക് ചിലപ്പോൾ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ പ്രോസസ്സറിൽ നിന്ന് പെരിഫറലിലേക്കായിരിക്കും, മെമ്മറിയിൽ നിന്ന് പെരിഫറൽ IO ഡിവൈസിലേക്കായിരിക്കാം നമുക്ക് ഡേറ്റ ഫ്ലോ ചെയ്യേണ്ട. ആ വിധ ഓപ്പറേഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കൺട്രോൾ ചെയ്ത് അതിൻ്റെ പ്രോപ്പർ ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് കൺട്രോൾ യൂണിറ്റിനുള്ളത്. സോ വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് എ കൺട്രോൾ യൂണിറ്റ്? 5 മാർക്കിന് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ കൺട്രോൾ യൂണിറ്റ്? Control unit directs the entire computer system to carry out stored program instructions. കൃത്യമായിട്ട് ഒരു നമ്മുടെ സ്റ്റോർഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ റാമിൽ സ്റ്റോർ ചെയ്ത് ഒരു പ്രോഗ്രാം നമ്മൾ കോൾ ചെയ്താൽ നമ്മുടെ റാം മെമ്മറിയിൽ വന്നിട്ട് അതിനെ നമ്മൾ 1 by 1 കോൾ ചെയ്ത് നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസിനെ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ സ്റ്റോർഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിനെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഫങ്ഷണാലിറ്റിയാണ് ആദ്യമായിട്ട് നമ്മുടെ കൺട്രോൾ യൂണിറ്റിനുള്ളത്. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബോത്ത് ദ ALU ആൻഡ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിക്കും ALUവിനും ഇടയിലുള്ള കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാക്കിയിരിക്കണം. കൺട്രോൾ യൂണിറ്റ് സാധ്യമാക്കിയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് ഇൻസ്ട്രക്ട്സ് ദ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ദാറ്റ് വിച്ച് ലോജിക്കൽ ഓർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഈസ് ടു ബി പെർഫോംഡ്. അതായത് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നാൽ അതിൻ്റെ ഓപ്പ് കോഡ് നോക്കിയാൽ എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ, അഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ ഓർ ഏതർ ഇനി ലോജിക്കൽ ഓപ്പറേഷൻസ് ആണോ അവിടെ പെർഫോം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ആ ഓപ്പ് കോഡ് ഡീകോഡ് ചെയ്താണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഡീകോഡിങ്ങും എന്ത് ഓപ്പറേഷനാണ് അവിടെ നടക്കേണ്ടതെന്ന് ഇൻസ്ട്രക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവിടെ ഡീകോഡിങ് നടക്കുന്നതെന്നെല്ലാം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി അതുപോലെ ദ കൺട്രോൾ യൂണിറ്റ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ അതർ 2 യൂണിറ്റ്സ് ആസ് വെൽ ആസ് all peripherals and auxiliary storage devices linked to the computer. We can say whatever processes happening in a computer system is actually controlled and coordinated by the activities of a control unit. Control unitന്റെ പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഒരു സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നമുക്ക് കൺട്രോൾ യൂണിറ്റിനെ രണ്ട് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പറയാം ദർ ആർ ടു ഓർഗനൈസേഷൻസ്. ഓക്കെ, രണ്ട് രീതിയിൽ ആ കൺട്രോൾ സിഗ്നൽസിന് ഒരു കൺട്രോൾ യൂണിറ്റിന് ജനറേറ്റ് ചെയ്യാൻ കഴിയും. വാട്ട് ആർ ദോസ് ടു ഓർഗനൈസേഷൻസ്? ഓക്കെ, ഒന്ന് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റും രണ്ട് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റും. സോ വാട്ട് ഈസ് ദ വർക്കിംഗ്? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തത് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ്. ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഹാർഡ്വെയർ ലെവലിലാണ്. കുറേ ഗേറ്റ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഡീകോഡേഴ്സ് മുതലായ ലോജിക് സർക്യൂട്ട്സ് വഴിയാണ് നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് നമുക്ക് ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ്വെയർ ഡിവൈസസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുവഴി തന്നെ എന്തെങ്കിലും നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഇപ്പം നമുക്ക് കോംപ്ലക്സ് ആക്കണമെങ്കിൽ ഹാർഡ്വെയറും അത്രത്തോളം കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫിക്കൽറ്റി. ആൻഡ് ഓൾസോ ഇൻ ദിസ് ഓർഗനൈസേഷൻ ഇഫ് ദ ഡിസൈൻ ഹാസ് ടു ബി മോഡിഫൈഡ് ഓർ ചേഞ്ച്ഡ് റിക്വയർസ് ചേഞ്ചസ് ഇൻ ദ വയറിംഗ് എമംഗ് ദി വേരിയസ് കമ്പോണൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റിൽ. ഇഫ് വി വാണ്ട് ടു മോഡിഫൈ സം സർക്യൂട്ട്സ്, ഏതെങ്കിലും ഒരു മാറ്റം, നമുക്ക് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നമുക്ക് ആ ഒരു സിസ്റ്റം കൺട്രോൾ യൂണിറ്റിൽ കൊണ്ടുവരണമെങ്കിൽ വി നീഡ് ടു ചേഞ്ച് ദ എൻ്റയർ വയറിംഗ് ഓഫ് ദ കമ്പോണൻസ്. എല്ലാം വയറിംഗ് ഇലക്ട്രോണിക്കലി നമ്മൾ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും ഹാർഡ്വെയർ കമ്പോണൻസ് എല്ലാം. വി നീഡ് ടു റീവയർ ദ ഹോൾ കമ്പോണൻസ്. അതാണൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ. അതായത് ഈ കോമ്പിനറ്റോറിയൽ സർക്യൂട്ട്സിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതാണ് ഒരു ബുദ്ധിമുട്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗോ ത്രൂ ദ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഹാർഡ്വെയർ ലെവലിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട്, കുറേ കോമ്പിനറ്റോറിയൽ സർക്യൂട്ട്സ് വഴി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് വളരെ ഫാസ്റ്ററാണ്. ദാറ്റ് ഈസ് ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ്. ഇനി അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാകുന്ന ഡിലേ ഇൻ ജനറേഷൻ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഗേറ്റ്സ്. നമ്മൾ എത്രത്തോളം ഗേറ്റ്സ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിലേ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഗേറ്റ്സ് വെച്ചാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി ഓൺലി ഫ്യൂ ഡിലേ, വളരെ ചെറിയൊരു ഡിലേ മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് ആർ ദ അഡ്വാൻറ്റേജസ്. ആൻഡ് for hardware control unit, unfortunately we should say that there are more disadvantages over advantages. So the major advantage is that disadvantage is that നമ്മളുടെ ഡിസൈൻ കോംപ്ലക്സ് ആകും തോറും ഞാൻ ആദ്യമേ പറഞ്ഞ തന്നെയാണ്, നമ്മുടെ കൺട്രോൾ സിഗ്നൽസ് നമുക്ക് ഒരുപാട് വേണമെങ്കിൽ, നമ്മുടെ സി പി യുവിൽ കൺട്രോൾ സിഗ്നൽസ് നമുക്ക് ഒരുപാട് വേണമെങ്കിൽ, അതായത് നമ്മുടെ പ്രോസസ്സർ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആകും തോറും നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ മോഡിഫിക്കേഷനും എല്ലാം കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹാർഡ്വെയർ ലെവലിലായതുകൊണ്ട്. ഇനി അതുപോലെ തന്നെ I had already said that modifications in control signal are very difficult. That means it requires a rearranging of wires in the hardware circuit. നമുക്ക് മോഡിഫിക്കേഷൻ എന്തെങ്കിലും വരുത്തണമെങ്കിൽ we should rewire the whole components, electrical components. It is difficult to correct mistake in original design or adding new feature in existing design of control unit. അതായത് നമ്മുടെ ആദ്യത്തെ ഒറിജിനൽ ഡിസൈനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇഫ് വി ഹാവ് ടു ആഡ് എനി ന്യൂ ഫീച്ചർ, ദർ ഇസ് ഡിഫിക്കൽട്ടി ഇൻ ദ ടൈപ്പ് ഓഫ് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഇനി ഇതാണ് ഒരു ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൻ്റെ ആർക്കിടെക്ചർ. ഇതിൽ വരുന്ന മേജർ കമ്പോണൻസ് ഓഫ് എ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യമേ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ്. ദെൻ ദെയർ വിൽ ബി കൺട്രോൾ യൂണിറ്റ് ഗേറ്റ്സ്, നമ്മൾ ഗേറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ദെൻ ദെയർ വിൽ ബി 2 ഡീകോഡേഴ്സ്. ഒന്ന്
നമ്മുടെ 3/8 ഒരു ഡീകോഡറും ഉണ്ട്, 4/16 ഒരു ഡീകോഡറും ഉണ്ട്. ഓക്കെ, ദെൻ അനദർ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4-bit സീക്വൻസ് കൗണ്ടർ. ഇത്രയും ആണ് മേജർ 4 കമ്പോണൻസ് ആണുള്ള ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ദെൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ഗേറ്റ്സ്, ദെൻ 2 ഡീകോഡേഴ്സ് ഓഫ് 1 3/8 ഡീകോഡറും അനദർ 1 4/16 ഡീകോഡറും, ദെൻ ദെയർ വിൽ ബി എ 4-bit സീക്വൻസ് കൗണ്ടർ. ഇത്രയും ആണ് മേജർ ആയിട്ടുള്ള കമ്പോണൻസ്. ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. സോ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻസ്ട്രക്ഷൻ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്ത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് നമ്മൾ അഡ്രസ്സ് എടുത്ത് ആ അഡ്രസ്സിൽ പോയി ആ മെമ്മറിയിൽ പോയി നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവരുന്നു. ദെൻ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ വി നോ ഒരു ഇൻസ്ട്രക്ഷനിൽ ഏതൊക്കെ പാർട്സ് ആണുള്ളത്. ദർ വിൽ ബി 3 പാർട്സ്. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ബിറ്റ് ആണ്, അതായത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ എന്നുള്ള ഐ ബിറ്റ് ആണ് ആദ്യം കിടക്കുന്നത്. ദെൻ ദർ വിൽ ബി 3 ബിറ്റ്സ് ഓഫ് ഓപ്പ് കോഡ്, ഓപ്പറേഷൻ കോഡ് ആണ്. ദെൻ ഫൈനലി 0 to 11 ബിറ്റ്സ്. ഓക്കെ, 0 to 11 ബിറ്റ്സ് എന്ന് പറയുന്നത് 0 to 11 ബിറ്റ്സ് എന്ന് പറയുന്നത് അഡ്രസ് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 12 ബിറ്റ്സ് ഫസ്റ്റ് 12 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് അഡ്രസ് ബിറ്റ്സ്. ഇത് നേരെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്തേക്കുക, കൺട്രോൾ യൂണിറ്റ് ഗേറ്റ്സിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ അഡ്രസ് ബിറ്റ്സ്. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് ഓപ്പറേഷൻ കോഡ് ബിറ്റ്സ് ആണ്. ഓപ്പറേഷൻ കോഡ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 12th 13th 14th ബിറ്റ്സ് ആണ്, അതായത് 3 ബിറ്റാണ് ഓപ്പ് കോഡ് ബിറ്റ്സ്. ഓപ്പ് കോഡ് ബിറ്റ്സ് അപ്പോൾ 3 ബിറ്റ് കൊണ്ട് നമുക്ക് എത്ര കോമ്പിനേഷൻ 0 മുതൽ 7 വരെയുള്ള കോമ്പിനേഷൻസ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് 3/8 ഡീകോഡറാണ് നമുക്കവിടെ ഉള്ളത്. അപ്പം 8 ഓപ്പറേഷനെ നമുക്കവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം 3 ഇൻപുട്ടും 8 ഔട്ട്പുട്ടും ഉള്ള ഒരു ഡീകോഡറാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സോ ദ 8 ഔട്ട്പുട്ട്സ് D0 through D7 ഫ്രം എ ഡീകോഡർ ഗോസ് ടു ദ കൺട്രോൾ ലോജിക് ഗേറ്റ്സ് ടു പെർഫോം സ്പെസിഫിക് ഓപ്പറേഷൻ. ആ ഔട്ട്പുട്ടും ഈ ഡീകോഡറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്, കൺട്രോൾ യൂണിറ്റിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ബിറ്റ് ഏതാണ്, ഒരു ഐ ബിറ്റാണ്. അത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് വെദർ ഇറ്റ് ഈസ് ഡയറക്റ്റ് അഡ്രസ്സിങ് ഓർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡാണോ എന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ CFMൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു 4-bit സീക്വൻസ് കൗണ്ടറാണ് SC എന്നാണ് പറയുന്നത്. which can count in binary from 0 to 15. അതായത് നമുക്ക് 4-bit സീക്വൻസ് കൗണ്ടർ വെച്ച് നമുക്ക് എത്ര കൗണ്ടർ വരെ നമുക്ക് എണ്ണാൻ പറ്റും, 0 മുതൽ 15 വരെയുള്ള കൗണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. 0 മുതൽ 15 വരെയുള്ള കൗണ്ടേഴ്സ് 4-bit ആകുമ്പോൾ 0 മുതൽ 15 വരെയുള്ള കോമ്പിനേഷൻസാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. സോ അതും നമ്മളൊരു ഡീകോഡർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ കൗണ്ടർ ഔട്ട്പുട്ട് ഈസ് ഡീകോഡഡ് ഇൻറ്റു 16 ടൈമിംഗ് പൾസസ്. 16 ടൈമിംഗ് പൾസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. T0 through T15. T15 വരെയുള്ള 16 മുതൽ T15 വരെയുള്ള 16 ടൈമിംഗ് സിഗ്നൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എങ്ങോട്ടാണ് പാസ് ചെയ്തേക്കുന്നത്, കൺട്രോൾ യൂണിറ്റ് ഗേറ്റ്സിലേക്കാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സീക്വൻസ് കൗണ്ടറിൽ നമ്മൾക്ക് ഇൻക്രിമെൻ്റ് ഇൻപുട്ട് കൊടുക്കാം, ക്ലിയർ ഇൻപുട്ടും സിങ്ക്രണസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇൻക്രിമെൻ്റ് ഇൻപുട്ടും നോക്കൂ, ഇൻക്രിമെൻ്റ് ക്ലിയർ, പിന്നെ ക്ലോക്ക് സിഗ്നലാണുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അടുത്ത T0 ആണെങ്കിൽ T0ക്ക് ഒരു ക്ലോക്ക്, ദെൻ T1 നെക്സ്റ്റ് ക്ലോക്ക്, T3ക്ക് നെക്സ്റ്റ് ക്ലോക്ക്, അങ്ങനെ സിഗ്നൽ കൊടുക്കും. ക്ലോക്ക് സിഗ്നൽ കൊടുക്കും. ക്ലോക്ക് സിഗ്നലിൻ്റെ കൂടെ ചിലപ്പം കൊടുക്കുന്നത് ഇൻക്രിമെൻറ്റ് സിഗ്നലായിരിക്കും, അല്ലെങ്കിൽ ക്ലിയർ സിഗ്നലായിരിക്കും കൊടുക്കുന്നത്. ഇൻക്രിമെൻറ്റ് സിഗ്നലാണെങ്കിൽ നെക്സ്റ്റ് ടൈം പൾസിലേക്ക് പോകും. T0യിൽ ഇരിക്കുകയാണ്, ഇപ്പോൾ ഒരു ക്ലോക്ക് പൾസും വന്ന് ഒരു ഇൻക്രിമെൻറ്റ് പൾസും വന്നെങ്കിൽ നെക്സ്റ്റ് T1ലേക്ക് പോകും.
ഇൻ കേസ് T0 ഇരിക്കുകയാണ്, ക്ലിയർ പൾസാണ് വരുന്നതെങ്കിൽ അവിടെ ഒന്നും ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് പൾസിലേക്ക് പോകില്ല. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കേസിൽ നമുക്ക് നമ്മൾ സീക്വൻസ് കൗണ്ടർ കണ്ടിന്യൂസ്ലി നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്ത് പോവുകയാണ്. അതായത് ടൈമിംഗ് സിഗ്നൽസ് T0, T1, T2, T3 ആൻഡ് T4 ഇങ്ങനെ ഈ ഒരു സീക്വൻസിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം പറയുകയാണ് അറ്റ് എ ടൈം T4 SC ഈസ് ക്ലിയർഡ് ടു 0 ഇഫ് ഡീകോഡർ ഔട്ട്പുട്ട് D3 ഈസ് ആക്റ്റീവ്. അപ്പം പറയുകയാണ് എന്താണ് അവിടെ വരുന്ന കണ്ടീഷൻ, ഡീകോഡർ ഔട്ട്പുട്ട് D3 ആക്റ്റീവ് ആണെങ്കിൽ, D3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആക്റ്റീവ് ആണ് എങ്കിൽ നമ്മുടെ സീക്വൻസ് കൗണ്ടർ 0 ആയിട്ട് ക്ലിയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ചെയ്യണം എന്ന് പറയുകയാണ്. അത് ഏത് ടൈമിലാണ്? T4 എന്ന് പറയുന്ന ടൈം സിഗ്നലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്തേക്കാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? D3 ആക്റ്റീവാണ്, T4 ടൈം സിഗ്നലിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സീക്വൻസ് കൗണ്ടർ ഹാസ് ടു ബി ക്ലിയർഡ് ടു 0 എന്നാണ് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്തേക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈമിംഗ് ഡയഗ്രമാണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത്. നോക്കൂ, ടൈമിംഗ് ഡയഗ്രാം. ക്ലോക്ക് സിഗ്നൽ വരുന്നു, ക്ലോക്ക് സിഗ്നൽ വന്നു, T0 നമ്മൾ പ്രോപ്പറായിട്ട് പോയി, T1, T2, T3, നെക്സ്റ്റ് T4 വന്നപ്പോൾ എന്താണ്? D3 ആക്റ്റീവാണ്. കണ്ടോ, D3 ആക്റ്റീവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുന്ന ആക്ഷനാണ് നമ്മളെടുത്തത്. ഓക്കെ, കണ്ടോ. വീണ്ടും അടുത്ത ഒരു ക്ലോക്ക് സിഗ്നൽ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ T0 കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റാണ്. ഹാർഡ്വെയർഡ്. ഇനി നമ്മൾ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണുള്ളത്, ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റും മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റും. നമ്മളിനി അടുത്ത കൺട്രോൾ യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. ഏതാണ്? മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. Micro-programmed control unit is implemented using programming approach. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് അത് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ഹാർഡ്വെയർ ലെവലിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ സോഫ്റ്റ്വെയർ ലെവലിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ലെവലെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാർഡ്വെയർ കമ്പോണൻസോ സീക്വൻഷ്യൽ സർക്യൂട്ട്സോ ലോജിക് ഗേറ്റ്സിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. വി ആർ ഇംപ്ലിമെൻറ്റിംഗ് ദ കൺട്രോൾ യൂണിറ്റ് യൂസിങ് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. അതായത് എ സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം കൺസിസ്റ്റിംഗ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. അതായത് കുറേ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഉള്ള, കുറേ മൈക്രോ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റ് വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒരു മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കൺട്രോൾ മെമ്മറി ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്. അതായത് അവിടെ ഒരു മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അതെവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? കൺട്രോൾ മെമ്മറി. നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ കൺട്രോൾ മെമ്മറിയിലാണ് ഈ ടൈപ്പ് ഓഫ് പ്രോഗ്രാം, എന്ത് ടൈപ്പ് ഓഫ് പ്രോഗ്രാം? മൈക്രോ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. അത് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു? കൺട്രോൾ യൂണിറ്റിലുള്ള കൺട്രോൾ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഒരു മെമ്മറി ഏരിയ ഉണ്ട്. ആ മെമ്മറി ഏരിയയിൽ നമ്മൾ ഈ മൈക്രോ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. എക്സിക്യൂഷൻ ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേഷൻ ഓഫ് എ സെറ്റ് ഓഫ് കൺട്രോൾ സിഗ്നൽസ്. ഈ നമ്മൾ കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സിക്യൂഷനാണ് അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഒരു തരത്തിലുള്ള കോമ്പിനേറ്റോറിയൽ സർക്യൂട്ട്സോ ഒന്നിൻ്റെയും, ഒരു ലോജിക് ഗേറ്റ്സിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്പറേഷന് ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽ അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ,
എ മൈക്രോ ഇൻസ്ട്രക്ഷൻ കൺസിസ്റ്റ് ഓഫ്, ഇനി ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെയാണുള്ളത്? വൺ ഓർ മോർ മൈക്രോ ഓപ്പറേഷൻസ് ടു ബി എക്സിക്യൂട്ടഡ്, ദെൻ അഡ്രസ് ഓഫ് നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെയാണുള്ളത്? ആ മൈക്രോ ഇൻസ്ട്രക്ഷനിൽ ഒന്നോ അതിൽ കൂടുതലോ മൈക്രോ ഓപ്പറേഷൻസ് കാണും. അതുകൂടാതെ അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സും ഈ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനിൽ കാണും. ഇനി മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ദ ഡേറ്റ സ്റ്റോർഡ് ഇൻസൈഡ് ദ രജിസ്റ്റേഴ്സ് ആർ കോൾഡ് മൈക്രോ ഓപ്പറേഷൻസ്. നമ്മുടെ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ നടത്തുന്ന എന്തെങ്കിലും ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സിൻ്റെ അകത്തുള്ള ഡേറ്റയിൽ നടത്തുന്ന എന്തെങ്കിലും ഓപ്പറേഷൻസിനെയാണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ മൈക്രോ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാലും മൈക്രോ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാലും ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ് യൂസിങ് പ്രോഗ്രാംസ് യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് മൈക്രോ പ്രോഗ്രാംസ് യൂസ് ചെയ്ത് കൺട്രോൾ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈക്രോ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാംസിന് പറയുന്ന പേര് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, മൈക്രോ പ്രോഗ്രാംസ്. മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് മേക്ക് മൈക്രോ പ്രോഗ്രാം ആർ കോൾഡ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. ഒരു മൈക്രോ പ്രോഗ്രാമിൽ സെറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കാണും. ഇനി മൈക്രോ കോഡ് എന്ന് നിങ്ങൾ കേൾക്കാം. മൈക്രോ കോഡും മൈക്രോ പ്രോഗ്രാമും ഒന്ന് തന്നെയാണ്. ഓക്കെ, ദറ്റ് ഈസ് സെയിം. ഇനി അതുപോലെ കൺട്രോൾ മെമ്മറി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ റീഡ് ഒൺലി മെമ്മറി ഇല്ലേ, അതിനെ തന്നെയാണ് നമ്മൾ ഈ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ മൈക്രോ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പം റോമിനെയാണ് നമ്മൾ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്, വേർ വി ആർ സ്റ്റോറിങ് മൈക്രോ പ്രോഗ്രാം ഓർ മൈക്രോ കോഡ്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്? ആദ്യമേ തന്നെ ദ ഡിസൈൻ ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഈസ് ലെസ് കോംപ്ലക്സ് ബിക്കോസ് മൈക്രോ പ്രോഗ്രാംസ് ആർ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് സോഫ്റ്റ്വെയർ റുട്ടീൻസ്. അതായത് നമുക്ക് ഇനി ഹാർഡ്വെയർ ലെവലിലൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. കുറച്ച് സോഫ്റ്റ്വെയർ റുട്ടീൻസ് യൂസ് ചെയ്ത് വി ക്യാൻ ഈസിലി ഇംപ്ലിമെൻറ്റ് വാട്ട് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്. സോ ഇറ്റ് ഈസ് ലെസ് കോംപ്ലക്സ് വെൻ കമ്പയർഡ് ടു ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എനി സോർട്ട് ഓഫ് മോഡിഫിക്കേഷൻസ്, കറക്ഷൻസ്, എൻഹാൻസ്മെൻറ്റ്സ് ആർ ഈസിലി പോസിബിൾ ഇൻ ദ കേസ് ഓഫ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് മോർ ഫ്ലെക്സിബിൾ. വളരെയധികം ഫ്ലെക്സിബിളാണ്. ഒരു നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു ചെറിയ കമ്പോണൻറ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം, കോഡിങ്ങിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമ്പോൾ തന്നെ വി ക്യാൻ ഈസിലി മോഡിഫൈ, കറക്റ്റ് ഓർ എൻഹാൻസ് ദ ഹോൾ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ the new or modified instruction set of CPU can be easily implemented by simply rewriting or modifying the contents of കൺട്രോൾ മെമ്മറി അല്ലെങ്കിൽ റോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈക്രോ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ മൈക്രോ കോഡിലെ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാൽ വി ക്യാൻ സിംപ്ലി റീറൈറ്റ് ദ പ്രോഗ്രാം ആൻഡ് ക്യാൻ ബി ഈസിലി മോഡിഫൈഡ്. ഓക്കെ, the fault can be easily diagnosed in the micro program control unit using diagnostics tools by maintaining the contents of flags, registers and counters. അതായത് എന്തെങ്കിലും ഒരു ഫോൾട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ കുറേ ഫ്ലാഗ്സും രജിസ്റ്റേഴ്സും കൗണ്ടേഴ്സും ഒക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഈസിലി അതിന് ഫോൾട്ടിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിന് ആവശ്യമായിട്ടുള്ള ഡയഗ്നോസിസ് ടൂൾസും അവൈലബിൾ ആണ്. Okay, so these are the advantages and now we are moving on to the disadvantages. The major disadvantage എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു സിസ്റ്റവും ഹാർഡ്വെയർ ലെവലിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ അത്ര ഫാസ്റ്റർ ആയിരിക്കില്ല സോഫ്റ്റ്വെയർ ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ. സോ ദാറ്റ് ഇസ് ദ മേജർ. അതായത് കുറേ ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്യേണ്ടി വരും, പാസ് ചെയ്യേണ്ടി വരും, അതുപോലെ മൈക്രോ ഓപ്പറേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സോ വെൻ കമ്പയർഡ് ടു ഹാർഡ്വെയർ കൺട്രോൾ ദ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഇസ് സ്ലോവർ. ദാറ്റ് മീൻസ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ഇൻ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് റിക്വയർസ് മോർ ടൈം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വി നീഡ് മോർ ടൈം. ഇനി അതുപോലെ തന്നെ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിനെക്കാളും ഇപ്പം നമ്മൾ ലിമിറ്റഡ് ഹാർഡ്വെയർ റിസോഴ്സസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും മോർ എക്സ്പെൻസീവാണ് ഏത് നമ്മുടെ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്.
അതുപോലെ തന്നെ ദ ഡിസൈൻ ഡ്യൂറേഷൻ ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഈസ് മോർ ദാൻ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ഫോർ സ്മോളർ സി പി യു. ഈവൻ സ്മോളർ സി പി യുവിൻ്റെ പോലും അതിൻ്റെ ഒരു മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം വെൻ കമ്പയർഡ് ടു ഏതാണ് ഹാർഡ്വെയർ കൺട്രോൾ. കാരണം ഹാർഡ്വെയർ കൺട്രോൾ ആണെങ്കിൽ കുറച്ച് കോമ്പിനേറ്റീരിയൽ സർക്യൂട്ട്സും ലോജിക് ഗേറ്റ്സും ഒക്കെ ഇലക്ട്രോണിക്കലി നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്ത് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇതിന് ഒരുപാട് ഡിസൈൻ ഡ്യൂറേഷനും ഇംപ്ലിമെൻറ്റേഷൻ ടൈമും എല്ലാം ആവശ്യമായിട്ട് വരും. സോ ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. ഇനി ഇത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിൻ്റെ ആർക്കിടെക്ചറാണ്. അതിൽ നമുക്ക് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററും ഉണ്ട്, കൺട്രോൾ ഡേറ്റ രജിസ്റ്ററും ഉണ്ട്. സോ ഫ്രം ദ എക്സ്റ്റേണൽ ഇൻപുട്സ് നമുക്ക് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ വഴി നമുക്ക് അഡ്രസ് എടുക്കാൻ പറ്റും. ദെൻ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ബി ഫെച്ചിങ് ദാറ്റ് ഡേറ്റ ഫ്രം ദ കൺട്രോൾ ഡേറ്റ രജിസ്റ്റർ. അതിൽ നിന്ന് നമുക്ക് കൺട്രോൾ വേർഡ് കിട്ടും. അതുമാത്രമല്ല നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സിൻ്റെ ഇൻഫർമേഷനും കിട്ടും. സോ ദ അഡ്രസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ടു ബി എക്സിക്യൂട്ടഡ് ഈ സ്റ്റോർഡ് ഇൻ ദ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലാണ് നമുക്ക് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കിടക്കുന്നത്. So micro instruction corresponding to the address stored in the control address register is fetched from the control memory and is stored in the control data register. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ നിന്ന് ആ പർട്ടിക്കുലർ അഡ്രസ്സ് മനസ്സിലാക്കി അവിടെ നിന്ന് പോയി നമ്മുടെ എന്തെടുത്തുകൊണ്ട് വരുന്നു, മൈക്രോ ഇൻസ്ട്രക്ഷൻ എടുത്തുകൊണ്ട് വന്ന് കൺട്രോൾ ഡേറ്റ രജിസ്റ്ററിൽ സേവ് ചെയ്യുന്നു, ഓക്കെ, സ്റ്റോർ ചെയ്യുന്നു. Then this micro instruction contains control word. ഈ മൈക്രോ ഇൻസ്ട്രക്ഷനിൽ എന്തുണ്ട്, കൺട്രോൾ വേർഡ് ടു എക്സിക്യൂട്ട് വൺ ഓർ മോർ മൈക്രോ ഓപ്പറേഷൻസ്. ഈ കൺട്രോൾ വേർഡിലാണ് നമുക്ക് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനെയാണ് കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. ഈ കൺട്രോൾ വേർഡിനകത്ത് എന്താണ്, വൺ ഓർ മോർ ഓപ്പറേഷൻസ്, ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് എന്നാണ് ഈ കൺട്രോൾ വേർഡിലുള്ളത്. ഇനി ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ മൈക്രോ ഓപ്പറേഷൻസ്, ആ പർട്ടിക്കുലർ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ മൈക്രോ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ മൈക്രോ ഓപ്പറേഷൻസും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ വിൽ ബി ലൊക്കേറ്റഡ്. അതാണ് ഈ അഡ്രസ് ജനറേറ്റർ. നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്നു. ആ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ പോയി ആ പർട്ടിക്കുലർ അഡ്രസ്സ് എടുക്കുന്നു. അഡ്രസ്സിൽ നിന്ന് ഡേറ്റ എടുത്ത് ആ കൺട്രോൾ മെമ്മറിയിൽ പോയി കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ നിന്ന് അഡ്രസ്സ് കിട്ടുന്നു. ദെൻ ആ പർട്ടിക്കുലർ അഡ്രസ്സിൽ പോയി കൺട്രോൾ മെമ്മറിയാണ്, ആ കൺട്രോൾ മെമ്മറിയിലെ അഡ്രസ്സാണ് നമുക്ക് കിട്ടുന്നത്. ആ അഡ്രസ്സിൽ നിന്ന് പോയി ഡേറ്റ എടുത്ത് അല്ലെങ്കിൽ ആ മൈക്രോ ഇൻസ്ട്രക്ഷൻ എടുത്ത് കൺട്രോൾ ഡേറ്റ രജിസ്റ്ററിൽ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, കൺട്രോൾ ഡേറ്റ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, അപ്പം നമുക്കവിടെ ആ മൈക്രോ ഇൻസ്ട്രക്ഷനാണ് കിട്ടുന്നത്. ആ മൈക്രോ ഇൻസ്ട്രക്ഷനിൽ സെറ്റ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് കാണും. ആ മൈക്രോ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ വീണ്ടും നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻ. ഇതിങ്ങനെ സൈക്കിൾ പോലെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ let us do a comparison between hardwired and micro programmed control unit. ലാസ്റ്റ് പേജാണ്. അപ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിൽ ഹാർഡ്വെയർ കൺട്രോൾ ഈസ് ഫാസ്റ്റ്, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ഈസ് സ്ലോ. കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഹാർഡ്വെയർ കൺട്രോളിന് മോറാണ്, മൈക്രോ പ്രോഗ്രാമിൽ കുറവാണ്. ഫ്ലെക്സിബിലിറ്റി ഹാർഡ്വെയർ കൺട്രോളിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മോഡിഫൈ, നോട്ട് ഫ്ലെക്സിബിൾ എന്ന് തന്നെ പറയാം. പക്ഷേ മൈക്രോ പ്രോഗ്രാംഡ് ഫ്ലെക്സിബിളാണ്. ഇനി കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഹാർഡ്വെയർ കൺട്രോളിന് ഡിഫിക്കൽട്ടാണ്, മൈക്രോ പ്രോഗ്രാമിൽ ഈസി ആയിട്ട് പറ്റും. ദെൻ ഡീകോഡിങ് ഡെഫിനറ്റ്ലി ഹാർഡ്വെയർ കൺട്രോളിന് നമുക്ക് ഡീകോഡറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, ഇറ്റ് ഇസ് കോംപ്ലക്സ്. പക്ഷേ മൈക്രോ പ്രോഗ്രാമിൽ ഈസിയാണ്. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ കൺട്രോൾ നമ്മൾ മിക്കപ്പോഴും റിസ്ക് മൈക്രോ പ്രോസസ്സറിലാണ് ഉപയോഗിക്കുന്നത്. റിസ്ക്കും സിസ്കും ഒക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു CFMൽ കേട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് മോഡ്യൂൾ ഓഫ് ഈ COAയിൽ നോക്കാനുണ്ട്. സോ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിൽ സിസ്കോ മൈക്രോ പ്രോസസ്സറാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് സൈസ് ഹാർഡ്വെയർ കൺട്രോളിൽ സ്മോളാണ്, മൈക്രോ പ്രോഗ്രാമിൽ ലാർജാണ്. കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് മൈക്രോ പ്രോഗ്രാമിൽ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ, കാരണം അവിടെയാണ് നമുക്ക് പ്രോഗ്രാമിൻ്റെ സ്റ്റോറേജ് വരുന്നത്. ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഫോർ ഹാർഡ്വെയർ കൺട്രോൾ.
ഇനി ചിപ്പ് ഏരിയ റിക്വയർഡ് എവിടെയാണ്? ഹാർഡ്വെയർ കൺട്രോളിന് ലെസ്സാണ്, മൈക്രോ പ്രോഗ്രാമിന് മോറാണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എസ് എക്ക് ചോദിക്കും, നമ്മുടെ ഈ മോഡ്യൂളിൽ എസ് എക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ടൈമിംഗ് ആൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ചിരിക്കണം. ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റും മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റും തമ്മിലുള്ള എസ് 15 മാർക്സിന് എസ് എഴുതാൻ ആയിട്ട് തന്നെ എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽഡായിട്ട് ഞാൻ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.